കുട്ടിയല്ലേ സാറേ, എന്തെങ്കിലും കൊടുത്തു വിടും. മോളുടെ വീട് എവിടെയാ? ഒറ്റയ്ക്കേ ഉള്ളോ? സ്കൂളിലൊന്നും പോകുന്നില്ലേ? പറ മോളെ. ഞാനീ കൊച്ചിന്റെ തന്തയാ, അത് തള്ളേ. സാറിനെന്താ അറിയണ്ടേ? പറ സാറേ. എടാ എന്താടാ? ഒന്നുമില്ല. മനസ്സിലാവത്തില്ല. അല്ല അല്ല, അത് അവരുടെ മകളല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഇതല്ല, ഇത്. നിന്നെ ഇപ്പൊ ഈ ചങ്ങലയിൽ നിന്ന് രക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷെ ഒരു നാൾ നീ സ്വയം ഇതിൽ നിന്ന് പുറത്തു കിടക്കും. അതിന് അക്ഷരങ്ങൾ നിന്നെ സഹായിക്കും. ഇവൾ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ പലർക്കും ഇവൾ നാളെയുടെ പ്രതീക്ഷയാണ്. ഒന്നുറപ്പാണ്, കുട്ടികൾ യാചിക്കാനുള്ളവരല്ല, ഈ നവലോകത്ത് വിഹരിക്കാനുള്ളവരാണ്. യാചിക്കുന്ന മക്കൾക്ക് പണത്തിനു പകരം വായിച്ചു വളരാൻ നമുക്ക് പുസ്തകങ്ങൾ നൽകാം, ഒപ്പം അവരുടെ സുരക്ഷിതത്വവും. എന്താ എല്ലാം സെറ്റല്ലേ? പിന്നല്ല. അപ്പൊ ഓക്കെ. പക്ഷെ ആ കുട്ടീനെ ഇവിടെ തനിച്ചാക്കി പോകുന്നത് ശരിയാണോ? അതിന് ആര് പോണ്? ചൈൽഡ് ഹെൽപ്പ് ലൈൻ സുമ്മാ വാ. നമ്മളൊരു സൂചന കൊടുത്താൽ മതി, ബാക്കി അവർ ഫിനിഷ് ആക്കിക്കോളും. അപ്പൊ സെറ്റ്, പോവാ. നമസ്കാരം, ഞാൻ പ്രിയാങ്ക, ജില്ലാ കളക്ടർ പാലക്കാട്. ഓരോരോ കുട്ടിയുടെ വിദ്യാഭ്യാസവും സംരക്ഷണവും നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്വമാണ്. തെരുവിൽ കിട്ടുന്ന കുട്ടികൾക്ക് നമ്മൾ സഹായം ചെയ്യുമ്പോൾ ഒരിക്കലും അത് അവരുടെ ഉന്നമനത്തിന് വേണ്ടി എന്ന് പറയാൻ പറ്റില്ല. കുട്ടികളെ കൊണ്ട് ഭിക്ഷാടന ചെയ്യുന്നത് ബാലനീതി നിയമം 2015 പ്രകാരം കുറ്റകൃത്യമാണ്. 5 വർഷം തടവും 1 ലക്ഷം പിഴയും ഈടാക്കുന്ന ഒരു വലിയ കുറ്റകൃത്യമാണ്. നമുക്ക് ഒരുമിച്ച് നമ്മുടെ നാട്ടിനെ ബാല ഭിക്ഷാടന വിമുക്തമായിട്ടുള്ള നാടാക്കാം, ബാല സൗഹാർദ്ദമായിട്ടുള്ള നാടാക്കാം. നന്ദി. താങ്ക് യു.